എന്താ അടുത്ത വൈരുദ്ധ്യം? ഒരു വൈരുദ്ധ്യപ്പം തീർത്തു. ഇനി എന്താ? ഇതാണിപ്പോ വലിയ വൈരുദ്ധ്യം. മുജാഹിദ് മൗലവിമാര് സഹോദരന്മാരെ നമ്മളെ മാലകളിലും മൗലിദുകളിലും ഞാൻ പറയാം. ഞാൻ സക്കരിയ സലാഹിന്റെ ഒരു വിഡിത്തം കേൾപ്പിച്ചാൽ നിങ്ങൾ നോക്ക്. നമ്മളെ മാലനും മൗലിദിനെ കുറിച്ച് ഇയാൾ പറയാം. എന്താ? നമ്മളെ മൗലിദിന്റെ മങ്കൂസ് മൗലിദ് എന്ന ഈ മൗലിദിന്റെ പേര് മൂപ്പര് വിശദീകരിക്കാൻ ഇവരെ വിവരം നോക്കണം. എന്താണെന്നറിയും? മങ്കൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതി ചുരുക്കപ്പെട്ട മൗലിദ് എന്നാണ്. അങ്ങനെയുള്ള മങ്കൂസ് യങ്കൂസു ആണല്ലോ ചുരുക്കപ്പെട്ടത് എന്നാണ്. എന്നാ ഇയാൾ പറയുന്നത് അങ്ങനല്ല. മങ്കൂസ് എന്ന തല തിരിഞ്ഞ മൗലിദ് എന്നാണ്. അത് പിന്നെ ഒരു വളവൻ മാറ്റി മറിച്ചിട്ടാണ് പിന്നെ എന്താക്കിയത്? മങ്കൂസ് എന്നാക്കി പോക്കിയത്. അതിന്റെ ആയ കോലം മൂപ്പര് പറഞ്ഞത് നിങ്ങളൊന്ന് കിട്ടോളൂ, ഒന്ന് വെച്ചുകൊടുത്തു. മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസാണ്, അല്ലാതെ അറബി വാക്കാം. തിരിക്കപ്പെട്ടത് എന്ന അർത്ഥം. വാസ്തവത്തിൽ അത് മങ്കൂസാണ്. കാഫിന് പകരം കേഫാണ്. കാരണം അതിന് ബിംബം തലവിട്ടുന്നൊരു കഥ പറയുന്നുണ്ട്. റസൂൽ ജനിച്ചു വന്നപ്പോ ബിംബങ്ങൾ ഒന്നായിട്ട് ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും തലകുത്തി വീടുകയാണ്. അപ്പൊ മക്കത്തുള്ള ബിംബം തലകുത്തി വീടപ്പോൾ ഹിമാരാകുമ്പോഴേക്ക് നെഹീതിക്കെത്തി നേരെ വെച്ചു നിർത്തിയിലൂടെ വെക്കിടും പിന്നിൽ നിർത്തും മങ്കൂസ്. അത് തലകുത്തി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് മങ്കൂസിന് പേരിട്ട്. പക്ഷെ പേര് മോശാന് ഏതൊരു ബിരുദന് തോന്നി തലവിന്റെ മൗലിക ദായിപ്പോയോട് അതുകൊണ്ട് നമ്മൾ കേകൊണ്ടാണ് മാറ്റി ഒരു ചെറിയ സൈക്രിയ പുതിയ കാവാക്കി. അപ്പൊ ചുരുക്കപ്പെട്ടത് വിശാലമായതല്ല, ചെറിയ മൗലിതാണ് എന്ന് കിട്ടുന്നില്ല. അങ്ങനെയാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസല്ല മങ്കൂസ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ കോലം കണ്ടിരുകൾ. മൺകൂസ് ഉണ്ടായിരുന്നത് തല തിരിഞ്ഞത്. മങ്കൂസ് എന്നൊന്ന് എഴുതി കൊടുത്ത അറബിയിലുള്ള മൺകൂസ് നമ്മൾ സാധാരണ തല തിരിഞ്ഞത് എന്ന അർത്ഥത്തിന് മൺകൂസ് എന്ന എത്ര ഉണ്ടായിരുന്നത്. അതാ മൺകൂസ്, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ അർത്ഥം തല തിരിഞ്ഞത് എന്നാണ്. അങ്ങനെ ഒരു ബിരുദം കരുതി നമ്മളെ മൗലിദിന് ഇങ്ങനെ പേരിട്ടാൽ ഇപ്പൊ സംഗതി ബുദ്ധിമുട്ടാണല്ലോ. കാരണം മൗലിദിന്റെ തല തിരിഞ്ഞതെന്ന് പറയല്ലോ. അതുകൊണ്ട് ഇതൊന്ന് മാറ്റണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കാഫ് മാറ്റിയിട്ട് കാഫാക്കീന. അപ്പൊ എന്തായി? ഇത് വെച്ചുകൊടുത്ത കാഫ് മാറ്റിയിട്ട് കാഫുദാ മൺകൂസ് എന്നായി. ഇപ്പോഴാണ് ചുരുക്കപ്പെട്ടത് എന്ന മൗലിദ് പേര് വന്നത്. ഇതൊരു വളവൻ കണ്ടുപിടിച്ചതാണ്. ഓ, വല്ലാത്ത വളവനെ നോക്കിക്കള്. മുജാഹിദ് മൗലവിന്റെ വിവരാണ് ഇയാളെ. ഖുർആൻ സുന്നത്തിലും ഡോക്ടറേറ്റ് നേടിയ ആളാ പയ്യ. ഇയാളെ വിവര. ഇതിന്റെ മൺകൂസ് കാഫ് പോയിട്ട് അയാളെ ഭാഷയിൽ കാഫ് പോയിട്ട് കാഫ് വന്നാല് അതിന്റെ അർത്ഥം മങ്കൂസ് ചുരുക്കപ്പെട്ടതെന്ന് കിട്ടുമോ? ഈ ജാഹിലുകൾക്ക് വല്ല കഥയുണ്ടോ? ചുരുക്കപ്പെട്ടത് എന്ന് കിട്ടണമെങ്കിൽ അതിന്റെ ശേഷമുള്ള സീന് പോയിട്ട് സ്വാദും കൂടി വരണം. മങ്കൂസ് എന്നാക്കണം. ഒന്ന് എഴുതി കൊടുത്താ മങ്കൂസ് എന്നാക്കുമ്പോഴാണ്. കണ്ടോ? ഇങ്ങനെ ആകുമ്പോഴാ ചുരുക്കപ്പെട്ടതിനാവുള്ളൂ. ഈ സാധനത്തിന് അറിയണ്ടേ? ആഫീസിൽ ചീട്ടിട്ടുള്ളതല്ലേ ബലി പറയുള്ളൂ. ഇതപ്പൊ വേറെ വിവരം നോണ പറയാം, പച്ച നോണ. നിങ്ങൾ നോക്കി, ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. മൗലിദ് ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് സുന്നികളായ നമ്മൾ ചെയ്യുന്ന ഒരു മുദ്രാവാക്യം അത്ര. എന്ത്? നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയും അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. നമ്മൾ ചെയ്യുന്ന മുദ്രാവാക്യം അത്ര. ആരെന്താ പറയുന്നു? വെറുതെ പറയുന്ന വെച്ചുകൊടുത്ത ജന്മദിനത്തിന് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് പച്ച നോണ മൈക്ക കെട്ടി വിളിച്ചു പറയാം, ഒരു കഥയില്ലാതെ. ഇതാണ് ഈ മൗലവിമാരിൽ നിങ്ങൾ ഓർക്കണം. അപ്പൊ ഈ മാല മൗലിദിന്റെ പേരിൽ മൗലവിമാർ ഓതുന്ന ഏത് വിഡിത്തോ അങ്ങനെ. ഞാൻ വേറൊരു മൗലവി ഓതുന്നത് കേൾപ്പിച്ചു തരാം. ഇവരുടെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ സംസ്ഥാന ഡയറക്ടറുണ്ട് KB അബ്ദുൽ ലത്തീഫ് മൗലവി. അയാള് ബുർദ വരി അർത്ഥം വെക്കുകയാണ്. പടച്ചോനെ, ആമിൻ തദക്കുരി ജീറാനി ബിദി സലമി മാസജ്തദം അൻജറാ മിൻ മുഖിലത്തിൻ ബിദബി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനമാണ്. അതിങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങള് നല്ല ആലങ്കാരികമായ ഭാഷയിൽ അറബി സാഹിത്യ ശൈലിയിൽ അതിനെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനെ കൊച്ചാക്ക പരിഹരിക്കുക, അത് ശിർക്കാക്കാൻ വേണ്ടി മുജാഹിദ് മൗലവി ചെയ്യുന്നത് പണി കേട്ടോളുകൾ ഒന്ന് വെച്ചു കൊടുത്താൽ. ജീസലമിലുള്ള കാമുകിയെ ഓർത്തിട്ട് കരിയാണോ അതോട്? ജീസലമിലുള്ള കാമുകിയെ ഓർത്തിട്ട് കരിയാണോ? കാമുകിയെ ഓർത്തിട്ട് കരിയാണോ അതോട്? ജീറാന് ആമിൻ അമിൻ തദക്കുരി ജീറാനി. ജീറാന് എന്ന് പറഞ്ഞ കാമുകീന്ന് അത്ര. പടച്ചോനെ തമ്പുരാനെ, ഏത് ഡിക്ഷണറിയിലാത്തുള്ളത് നമുക്ക് തീരണില്ല.
എന്താ അത് വലിയൊരു ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ സംസ്ഥാന ഡയറക്ടറാ, ഇയാളെ വിവരത്തിന്റെ ആഴാത്. അപ്പൊ എന്താ മൂപ്പര വിചാരം മനസ്സിലാകെ ഈ കാമുകിന്റെ വർത്താനേലുള്ളല്ലോ. അതിങ്ങനെ ജീറാനിലെ കാമുകിയെ ഓർത്തിട്ട് അറബി പദത്തിലുള്ള വിവരാണ് നിങ്ങൾ ഓർക്കണം സഹോദരന്മാർ. എത്രയാണ് ഇതാണ് ഇവരുടെ മാലമൗലിന്റെ ഇവരുടെ വിവരം. എന്നിട്ട് ഇവരിങ്ങനെ കുതിരയാക്കും, റസൂലുള്ളാഹിനെ കൊച്ചാക്കുക, റസൂലുള്ളാഹി തങ്ങളെ. നിങ്ങൾക്കറിയോ ഈ മൗലവിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമ്മളൊക്കെ നമ്മുടെ അവസ്ഥ മാറിപ്പോകും. നിങ്ങൾക്കറിയോ അയാൾ പറയുന്നത് കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചുതരാം. നമ്മൾ സാധാരണ പറയും റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങളിൽ സംഗതികൾ ശരിക്കറിഞ്ഞാൽ നിങ്ങളൊക്കെ അഷ്റഫുൽ ഖൽഖ് എന്നല്ല പറയാം. അഷ്റഫുൽ ഖൽഖ് എന്ന സൃഷ്ടികളിൽ അത്യുത്തമന്ന അങ്ങനെയല്ല നിങ്ങൾ പറയാ. നിങ്ങൾ പറയുന്നത് വേറെ ആയിരിക്കും. ഇതാണ് ആളിന്റെ ഇത് നമ്മൾ ചോദിക്കും. സാധാരണ നമ്മൾ പറയും എനിക്ക് ആ ദജ്ജാൽ ഉണ്ടായിട്ടാ പഹ ഉണ്ടായിട്ട് എന്റെ മറ്റേ നാശം ഉണ്ടായത്, മറ്റേ പീഡിയ തൊലഞ്ഞത്, മറ്റേ ആള് മരിച്ചതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണ് ഈ വിഷയം. റസൂലുള്ളാഹി തങ്ങളെ വളരെ മൃഗീയമായി കൊച്ചാക്കി കുതിരയാക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടോളൂ, അയാൾ പറയട്ടെ, ഒന്ന് വെച്ചു കൊടുത്താൽ അല്ലേ. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്ക് നോക്കിയിട്ട് ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം ആ ദജ്ജാൽ ഉണ്ടല്ലോ ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം ഇവ ഉണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. അത് ഉറപ്പന്നെ ചിലപ്പോ പറയാറുണ്ട്. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഉള്ളിൽ മാത്രമല്ല പഹരെ, നിങ്ങളെ മനസ്സിൽ മാത്രമല്ല പുറത്തേക്ക് ഇത് പറയലുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചാണ് ഇയാൾ ഈ ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞ് തശ്ബീഹാക്കുന്നത്. നിങ്ങൾ നോക്കണം, റസൂലുള്ളാഹി തങ്ങളെ കഫാലത്ത് ഏറ്റെടുക്കുന്നവരൊക്കെ മരിച്ചു പോവാ. ഏതുപോലെ നമ്മൾ പറയാണ്ടല്ലോ ഈ ദജ്ജാൽ ഉണ്ടായതിനു ശേഷം എന്റെ പീഡ തുലഞ്ഞത് മറ്റേ നശിച്ചത് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെയാണ്. നോക്കണം നിങ്ങൾ, ഇവർക്ക് റസൂലുള്ളാഹിനോടുള്ളൊരു മഹബത്തെ ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. വേറൊരു മൗലവിണ്ട് റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറഞ്ഞത് എന്താ, മയമാക്കാൻ. മുഹമ്മദ് റസൂലല്ല, മയമാക്ക. ഞാൻ പറയല്ല, കേട്ടോളൂ. മുജാഹിദിന്റെ കുപ്രസിദ്ധ മൗലവിയാണ്. ഈയിടെ 4 പെണ്ണെട്ട നിർബന്ധം എന്ന് പറഞ്ഞിട്ട് ആകെ എന്തൊക്കെയോ കുപ്രസിദ്ധനായി സുഹൈർ ചുങ്കത്തറ മൗലവിയുണ്ട്. അയാളും പെണ്ണെട്ടലും കൂടി നമ്മളിപ്പോ ആകെ വിരകിയിട്ട് കൂട്ടിക്കൊടുപ്പുകാരനാണെന്നും അല്ലെന്നൊക്കെ മുജാഹിദുകൾ അയാളെ പറ്റിയും അല്ലാത്തവരും വനിതാ സംഘടനകളും ഒക്കെ ആകെ കുപ്രസിദ്ധനായ മൗലവിയാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ, വെച്ചുകൊടുക്കും. രാത്രി ഇട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. തങ്ങളുള്ള മഹത്വം കൊണ്ടാണ് ഈ പറയുന്നത്, നിങ്ങൾ ഓർക്കണം. ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല, അത് കടന്ന ഒരുപാട് പറയാനാണ്. ഞാൻ പറയുന്നത് ഇവരുടെ മഹാത്മാക്കളോടുള്ള ഇവരുടെ ഈർഷ്യതയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. സഹോദരന്മാരെ, അതിന്റെ ഭാഗമാണ് ആ മാലയിലും മൗലിദിലും തെറ്റുണ്ട് എന്ന് അയാൾ പറഞ്ഞത്. ഒരു വൈരുദ്ധ്യവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അടുത്ത ചോദ്യം ചോദിച്ചോളൂ.